മദീന പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ആരാധനയ്ക്കെത്തുന്ന 16 ലക്ഷം തീർത്ഥാടകരെ ഉൾക്കൊള്ളിക്കുക എന്നതാണ് അധികൃതരുടെ ലക്ഷ്യം. നിരവധി തൊഴിലാളികളാണ് രാപ്പകൽ ഭേദമില്ലാതെ പള്ളിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ പ്രസ്തുത ഭാഗത്ത് 8 ലക്ഷം തീർത്ഥാടകർക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം ഒരുക്കാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. പള്ളിയുടെ കിഴക്കും പടിഞ്ഞാറു ഭാഗത്തും 2ാം ഘട്ടത്തിലായിരിക്കും പണി പൂർത്തിയാക്കുക. ഇവിടെയും 8 ലക്ഷം വിശ്വാസികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. മസ്ജിദ് നബവിയുടെ പുനരുദ്ധാരണ പ്രവർത്തനം പൂർണ്ണമായാൽ മൊത്തം 16 ലക്ഷം തീർത്ഥാടകരെ ഉൾക്കൊള്ളാനാകും. പള്ളിയുടെ അകത്ത് 1,46,000 പേർക്കും മേൽഭാഗത്ത് 90,000 പേർക്കും ചുറ്റുമുള്ള തണൽ പന്തലിൽ 6 ലക്ഷം പേർക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത്. വിശുദ്ധ റമദാൻ പോലെയുള്ള വിശിഷ്ട ദിവസങ്ങളിൽ 1 മില്യണിലധികം തീർത്ഥാടകരാണ് പ്രവാചക നഗരി എന്നറിയപ്പെടുന്ന മദീനയിലെ മസ്ജിദ് നബവിയിൽ പ്രാർത്ഥനയ്ക്കായി എത്താറുള്ളത്. 5000-ഓളം തൊഴിലാളികളും എഞ്ചിനീയർമാരും ടെക്നീഷ്യൻസുമാണ് മസ്ജിദ് നബവിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായിട്ടുള്ളത്. ആരംഭഘട്ടമെന്ന നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പൊളിച്ചു നീക്കേണ്ട ഭാഗത്ത് 95% ജോലികളാണ് പൂർത്തിയായിട്ടുള്ളത്. പള്ളിയുടെ കിഴക്കുഭാഗത്തുണ്ടായിരുന്ന ഏതാനും ഹോട്ടലുകളും വീടുകളും പള്ളി വികസനവുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കിയിട്ടുണ്ട്. നിലവിൽ പള്ളിയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് തടസ്സമുണ്ടാകാത്ത വിധമാണ് പൊളിച്ചുമാറ്റൽ പ്രക്രിയകൾ നടക്കുന്നതെന്ന് ഹജ്ജ് മന്ത്രാലയം മദീന ശാഖയിലെ ഡയറക്ടർ മുഹമ്മദ് അൽ ബൈജാവി പറഞ്ഞു. സന്ദർശകർക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധം സർവ്വ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തീരുമാനിച്ച 26 ഹോട്ടലുകൾ പൊളിച്ചു നീക്കുന്ന ജോലിക്ക് അല്പം താമസം നേരിട്ടിരുന്നു. എങ്കിലും കഴിഞ്ഞ നവംബർ 23 മുതൽ ആരംഭിച്ച ഉംറ സീസണിൽ മദീന സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ഇത് അനുഗ്രഹമായി മാറുകയും പ്രയാസം കൂടാതെ താമസ സ്ഥലം കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.